ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ നമുക്കിന്ന് ഒരു ബ്ലാക്ക് സാരി ഡ്രൈപ്പിംഗ് ആണ്. കുറേ നാളെ നമ്മൾ സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ചെയ്തിട്ട് ഇതൊരു നെറ്റിൻ്റെ ഒരു ജീൻസിൻ്റെ ടോപ്പായിരുന്നു. ഞാനത് ബ്ലൗസാക്കി കൺവേർട്ട് ചെയ്തതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ഫുൾ സ്ലീവ് നെറ്റിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ എനിക്ക് വീഡിയോസിൽ കമൻറ്റ് ചെയ്തിരുന്നു, ബെല്ലി ബട്ടണ് താഴെ വെച്ചിട്ട് സാരി ഉടുക്ക്, അതായിരിക്കും നല്ലതെന്ന്. പക്ഷേ ഞാനത് ചെയ്തില്ല. പക്ഷേ ഇത്തവണ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഷൂട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ നല്ല ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് പഞ്ചമീസ് ടിപ്സിന് ഒരു ടിപ്പ് നിങ്ങൾ പറഞ്ഞു തന്നതിന്. പിന്നെ നിങ്ങൾ ഒരു തവണയെങ്കിലും സാരിക്ക് ഇതുപോലൊരു ഫുൾ സ്ലീവ് ബ്ലൗസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര രസമായിരിക്കും. അതുപോലെ കൈക്ക് വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ഫുൾ സ്ലീവ് ബ്ലൗസാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ സ്ലിമ്മായിട്ട് തോന്നാനും ആൻഡ് എലഗൻറ്റ് ലുക്കിലൊക്കെ ഫീൽ ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഫുൾ സ്ലീവ്. ഇപ്പോൾ കുറേ ഇടയായിട്ട് എനിക്ക് ഫുൾ സ്ലീവ് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സാരി ഉടുക്കാനൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ തന്നെ പഠിപ്പിച്ച് ഒരുപാടായതാണ്. പിന്നെ അനാവശ്യമായ കമൻറ്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിതുപോലെ ജോർജറ്റ് ഷിഫോൺ തുടങ്ങിയ മെറ്റീരിയൽസിലുള്ള സാരി ഞാൻ ഉടുക്കുമ്പം ഇതുപോലെ സിംഗിൾ ലെയർ ആയിരിക്കും ഇടുന്നത്. അത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ കുറച്ച് കട്ടിയുള്ള കോട്ടൺ ടൈപ്പ് അങ്ങനത്തെ കുറച്ച് മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് എടുത്തിട്ട് സാരി ഉടുക്കാറുണ്ട്. അപ്പോൾ ബ്ലാക്ക് എങ്ങനെയുണ്ട്? എനിക്ക് ആദ്യമൊന്നും ബ്ലാക്ക് ഇഷ്ടമില്ലായിരുന്നു, എനിക്ക് ചേരൂല്ല എന്നായിരുന്നു. പക്ഷേ ഉടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബ്ലാക്ക് എനിക്ക് നന്നായിട്ട് ചേരും. ട്രെയിൻ പോകുന്നു, റോഡിലൂടെ വണ്ടി പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്ലൗസിന് ഇച്ചിരി വണ്ണക്കൂടുതലുണ്ടായിരുന്നു. നമ്മൾ 5 മിനിറ്റ്സ് ക്രാഫ്റ്റിലൊക്കെ കാണുന്ന ഒരു വള വെച്ചിട്ട് ഞാനതിങ്ങനെ ടൈറ്റ് ചെയ്ത്, സൗണ്ടുകൾ സമ്മതിക്കുന്നില്ല, വണ്ടിയും ട്രെയിനും എല്ലാമായിട്ട്. അപ്പം അങ്ങനെ ഞാനത് ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പം നല്ല ഭംഗിയായി ഒരു ലുക്കും കിട്ടി കേട്ടോ. ഇനിയിപ്പം ഈ ബ്ലാക്ക് സാരി ഇങ്ങനെ തന്നെയല്ല, ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. ഫോളോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും കയറിയിട്ട് ഫോളോ ചെയ്യണേ. അപ്പോൾ എങ്ങനെയുണ്ട് ബ്ലാക്ക് സാരി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറെന്താണ്, ഇനി ഇത് ഞാനൊരു കുറച്ച് നാളായിട്ട് എനിക്ക് രാജസ്ഥാനി ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു രാജസ്ഥാനി ഷോളും കൂടെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ സാരിയും ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റായിട്ട് എടുത്ത് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ഞാനൊരു രാജസ്ഥാനി സ്റ്റൈലൊരു സാരി ഞാൻ എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എനിക്കെന്തോ ഇപ്പോൾ രാജസ്ഥാനി ട്രഡീഷനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഷോള്. അപ്പോൾ അത് നമ്മൾ ഹാഫ് സാരി ഉടുക്കുന്ന പോലെ എന്ത് ചെയ്തു, ടക്കിൻ ചെയ്തിട്ട് നമ്മളിതിലേക്കൊന്ന് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടപ്പെട്ടോ? ഇതിലേതാണ് നല്ലതെന്ന് നിങ്ങൾ പറയുക. ഇനിയിപ്പോൾ രാജസ്ഥാനി സാരി ഇതുപോലെ പ്രിൻ്റുള്ള സാരി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. പക്ഷേ ആ ഷോളിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉറപ്പായിട്ടും ഞാനൊരു രാജസ്ഥാനി സാരി വാങ്ങാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. സ്കൂട്ടർ അല്ലാത്തപ്പോൾ ഇതിലെ കൂടെ ഒന്നും പോകണ്ട. ഞാൻ എപ്പോൾ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ പോവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.